അവൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ചമ്മാൻ്റെ അടുക്കളയിൽ ഞാൻ വരുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കണം. എൻ്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം അല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പം വരട്ടവനെ എല്ലാ സമാധാനം തരട്ടെനിക്ക്. ഞാൻ മരിച്ചെൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എൻ്റെ മയ്യത്ത് മോറ് കാണാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത ബന്ധപ്പ് വേണ്ട. അപ്പോൾ ഒഴിവാക്കി വരട്ടെ. എല്ലാം ഒഴിവാക്കി വന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എൻ്റെ മോൻ മതി. സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആയുള്ള സമ്പത്തിൻ്റെ 3 മക്കളാണ്. നമസ്കാരം കൂട്ടുകാരെ, അൻവർ ഷാ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഉമ്മയുടെ വിഷമം കണ്ടു. അതെ, ജാസി ആഷി ദമ്പതികളുടെ ആഷിയുടെ ഉമ്മായുടെ വിഷമമാണ് നമ്മൾ കണ്ടത്. അവരുടെ സ്വന്തം മകൻ ഈ ഒരു നിലയിൽ പോയതിൽ അവരിന്ന് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളെക്കുറിച്ച് അവർ തുറന്നു പറഞ്ഞപ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമം വന്നു. എല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ, അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്, സത്യമാണ്. എന്നാലും നമ്മൾ മലയാളികൾക്ക് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടുമൊക്കെ ചില ധർമ്മമുണ്ടല്ലോ. പ്രത്യേകിച്ച് ഒന്നുമല്ലെങ്കിൽ നമ്മളെ ജനിപ്പിച്ച തന്തയോടും തള്ളയോടും ചില കടമകളുണ്ടല്ലോ. അവരുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ആഷി എന്ന ഒരു യുവാവിൻ്റെ പേരിൽ അവരിന്ന് സമൂഹത്തിൽ സ്വന്തം ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ തുറന്നു പറഞ്ഞപ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമം വന്നു. ആ വീഡിയോയിൽ ആ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ഇന്ന് വെക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടുന്ന് പോയിട്ട് ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് നല്ലപോലെ ജീവിച്ചിട്ട് ഇതിലൊരു പെട്ട പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആയി അത് പറയാം. അതും വേണ്ട പറയും, നല്ലപോലെ തന്നെ ആയിരുന്നു. പക്ഷെ വന്നിട്ട് പോകുമ്പോഴും നല്ല നിലക്ക് എൻ്റെ കുട്ടി ഇവിടെ പോയി. ഇതിലെന്ന് പെട്ടി, ഇവൻ്റെ എന്ന് പെട്ടി. നാട്ടിലേക്ക് വരുന്നില്ല, നമുക്ക് കുടുംബം വേണ്ട, ഒന്നും വേണ്ട. ഈ ജാസിൻ്റെ ഉമ്മ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ പോയിരുന്നു ഈ തള 3 മാസം അവിടെ നിന്നിട്ട് ഈ പെർഫ്യൂമിൻ്റെ ഓണറിൻ്റെ വീട്ടിലാണ് പോയി. അപ്പം ഈ സ്ത്രീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ നാട്ടിലല്ലേ, നിങ്ങൾ അതൊന്ന് ശരിയാക്കിയിട്ട് എൻ്റെ കുട്ടീനെ ഒന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അപ്പം ജാസിക്കാരനപ്പോൾ എന്നൊക്കെ സങ്കടമായിത്തണം. അപ്പം എൻ്റെ മോനെ എങ്ങനെ പറയണം, അങ്ങനെ നീ ജീവിക്കും, അങ്ങനെ എൻ്റെ മോനിക്ക് വേണ്ടി നീ ജീവിക്കും. അപ്പം അതുപോലെ ഒരു പെറ്റ തള്ളണ്ട. അപ്പം എൻ്റെ വേദന കാണണ്ട. അപ്പം ആ സ്ത്രീ പറയണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, നീ നിൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണ്ട, നിങ്ങൾ ഒരു പരിഹാരം കാണണ്ട. ഇവര് എൻ്റെ ഉമ്മ എങ്ങനെ പറയണ അതുപോലെ നിങ്ങൾ ജീവിക്കുമെന്ന് എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വിസ പുതുക്കിയിട്ട് പിന്നെ 3 മാസം സ്റ്റേ ആയിരുന്നു. എന്നെ കൊണ്ടാകാൻ വേണ്ടി എൻ്റെ മോൻ പാസ്പോർട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ വാപ്പ മരിച്ചിട്ട് ഞാൻ യുദ്ധം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാരണം എൻ്റെ വലിയ മോനെന്ന് പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾ പോകണ്ട, അവിടുത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ടെൻഷനാവും, പോകണ്ടാവും. അപ്പോൾ അവൻ പറഞ്ഞ് കൊണ്ടുവരണ്ട നിൻ്റെ ഉമ്മാനെ കൊണ്ടുവരണ്ട. ആ ചെറിയ മരുമോളും നിൻ്റെ വീട്ടിലാണോ? എങ്ങനെ ഉണ്ടാവും? നിന്റെ വീട്ടിലാണ് ചെറിയ മരുമോൾ പോകുന്നത്. അവൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ചമ്മാൻ്റെ അടുക്കളയിൽ ഞാൻ വരുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം അല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പം വരട്ടവനെ എല്ലാ സമാധാനം തരട്ടെനിക്ക്. ഞാൻ മരിച്ചെൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എൻ്റെ മയ്യത്ത് മോറ് കാണാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത ബന്ധപ്പ് വേണ്ട. അപ്പോൾ ഒഴിവാക്കി വരട്ടെ. എല്ലാം ഒഴിവാക്കി വന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എൻ്റെ മോൻ മതി. സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആയുള്ള സമ്പത്തിൻ്റെ 3 മക്കളാണ്. എനിക്കത് ആരിനോടും പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയാൻ പറ്റുമോ? എൻ്റെ മരുമക്കളോട് എനിക്ക് പറയാൻ പറ്റുമോ? ആഷിക്ക് എങ്ങനെയാണ്, ആഷിക്ക് അങ്ങനെയാണ്, എൻ്റെ വേദനയോട് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റിയ കാര്യമാണോ? എനിക്ക് എൻ്റെ കുടുംബങ്ങളോട് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ പറയും എവിടെയെന്ന് വെച്ചാൽ അവ അവിടെ ഉണ്ട്. ചോദിക്കൂല, എൻ്റെ വിഷമം കൊണ്ട് ചോദിക്കൂല. അപ്പം മരിച്ചിട്ട് ഇത്രയെല്ലാം ആയിട്ടുള്ളൂ. ആ വിഷമം കൊണ്ട് അവിടെ ഇരിക്കുക. ഞാൻ അവളോട് ചോദിക്കണ്ട, ആരും ഒന്നും ചോദിക്കണ്ട. എൻ്റെ ആങ്ങളെ ചോദിക്കൂല.
അവളോടൊന്നും ചോദിക്കരുത്, അവൾക്ക് വേദന ആരും ചോദിക്കൂല. എനിക്ക് നല്ല സങ്കടം വന്ന് എൻ്റെ കുട്ടി കുറച്ച് സെപ്റ്റംബറുടെ ഭാഗത്ത് കംപ്ലീറ്റ് അവൻ്റെ രക്ഷക്കണം അമ്മയിൽ പറയുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ നല്ല വിഷമം തന്നെ. അവൻ്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ, സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇന്റർവ്യൂവിന് വരുന്നത്. അതുവരെ അവൻ വലിയ വന്നാലും സംസാരിക്കില്ല, എനിക്ക് പേടിയാണ്, അവനെ സംസാരിക്കുള്ളൂ, ഉമ്മ സംസാരിക്കില്ല. പക്ഷെ ആദ്യമായിട്ടാണ് അത് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ ഒരു ഇതിൽ പറയുന്നത് അവൻ അങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ സംസാരിക്കാത്ത ആളാണെങ്കിൽ സംസാരിച്ചാൽ നല്ല സംസാരിക്കും, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞപ്പോൾ പഠിപ്പിച്ച് പറഞ്ഞയച്ച പോലെ എനിക്ക് തോന്നി. അതിന്റെ കൂടെ ഉള്ള ആൾ അങ്ങനെയാണല്ലോ. പക്ഷെ അവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് അവൻ വരുന്നതും ഇതൊക്കെ. പക്ഷെ എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ല. അവരൊരു റൂമിൽ നിന്ന് അവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അവൻ അറിയാണ്ട് അവൻ ഇറങ്ങില്ല. ഇവര് അത്ര ഇതാണ്, അവൻ ഒറ്റയ്ക്ക് എവിടെയും വിടൂല. അപ്പൊ അവൻ വന്നപ്പോ എനിക്ക് തോന്നി ഓ പഠിപ്പിച്ച് പറഞ്ഞയച്ചതാണ്. ഞാൻ 2-3 ദിവസം മുമ്പ് എനിക്ക് വിളിച്ചതാണ്. ഞങ്ങളെന്താ എന്താണ് ഫഹദിനെ വിളിച്ചെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫഹദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വേദനയോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു. പാസ്പോർട്ട് വാങ്ങി തരാം ഇവിടെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞേക്കാം. ഇല്ല നീ വാ മോനെ, നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം. എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ടില്ല. ഇല്ല ഞാൻ പിടിച്ചു വെച്ചില്ല. നിന്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് മോനെ, നീ വാ ഞാൻ തരാം. അപ്പോൾ ഇല്ല. അപ്പോൾ അവൻ മറ്റവൻ ഫോൺ വെക്കാൻ വിളിച്ച് പിന്നെ വർത്താനം പറഞ്ഞില്ല. ഇത് ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇതാണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കല്ലേ. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ കൂടെ ജീവിക്കണം. എനിക്ക് 2 ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യം ഞാൻ വിടുകയല്ലത്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ എൻ്റെ കയ്യിലെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ, ജാതി എന്താണ് മതം എന്താണ് നോക്കും, നമ്മുടെ കൊണ്ടുവരുന്നത് ഞാൻ സ്വീകരിക്കും. അതെന്റെ മോന്റെ ഭാവിയാണ്, എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ്. ഏത് മതമായാലും ഞാൻ എൻ്റെ കുടുംബത്തെ സ്വീകരിക്കും. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ്. ഇതാരെ അംഗീകരിക്കുക? അവൻ്റെ അമ്മ അംഗീകരിക്കും, പക്ഷെ ഞാൻ അംഗീകരിക്കും. ഇവൻ പറഞ്ഞ 7 വർഷമായിരുന്നു, 4 വർഷം ഇതിൽ കൂടുതലായിട്ടില്ല. അവൻ പറഞ്ഞ 7 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. ഇല്ല 4 വർഷം ആയിട്ടുള്ളൂ. അതും കള്ളമായിരുന്നു. അതും കള്ളു. അവൻ പറഞ്ഞ 7 വർഷമായിരുന്നു. പിന്നെ എല്ലാം ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞങ്ങൾ 7 വർഷമായി ഞങ്ങളുടെ പ്രണയം, ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല, എനിക്ക് ചാൻസിന് പിരിയാൻ പറ്റൂല, ആശിനെ എനിക്ക് പിരിയാൻ പറ്റൂല, ഞാൻ വിട്ടുകൊടുക്കില്ല. പെറ്റ തള്ളക്ക് വിട്ടുകൊടുക്കുക, അവനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നോട് പറഞ്ഞില്ല. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ മോനെ എന്താ മോനെ ഇങ്ങനെ കേൾക്കണം. അപ്പം അതുമ്മ ഞങ്ങളെ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നു, ഞങ്ങൾ പരസ്യത്തിന് ചെയ്യുന്നു, ഞങ്ങൾ ഡ്രസ്സിന്റെ പരസ്യമാണ്. ഞാൻ സത്യം എന്ന കഥ വിശ്വസിച്ചു. ചിലപ്പോൾ ഫോൺ മൂടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇവന്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഉമ്മ കണ്ടത് പറഞ്ഞാൽ നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത്, എനിക്കതിന് മരുന്നിട്ട് തരും. ഉമ്മ എന്ത് വന്നാലും നീ കഴിക്കാൻ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് വന്നാളെ, നീ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കൊന്നും വേണ്ട. ഇവനെന്താ വിളിക്കുക? ഇക്ക. അവനെ ഇക്കാന്ന് വിളിക്കും, ഇപ്പം മോളിച്ചെന്ന് വിളിക്കും ഫോണിൽ. അവൻ ഇക്ക, ജാസി ഇക്കാന്ന് ഇവനെ വിളിക്കും. ജാസി ഇവനെക്കാട്ടി മൂത്തതാണ്, 35-36 വയസ്സായി. ഇവനെ 30 വയസ്സുള്ളതാണല്ലോ ജാസി പറയുന്നത്. 33 വയസ്സൊക്കെ ഉണ്ട്. നമ്മുടെ മോനോ? മോൻ എത്ര വയസ്സുണ്ട്? 29. അത് കറക്റ്റ് തന്നെയാ. അപ്പം ജാസിക്ക് 30 വയസ്സുള്ളതാണ് പറയുന്നത്. 33 ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ വിളിക്കാം. പിന്നെ അവരെ മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ, ഇത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പറയുന്നത് അവിടെ നിന്ന് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. ഇവര് ഫോൺ അങ്ങനെ ഉറങ്ങും, ആദ്യം ഫോൺ അങ്ങനെ ഇട്ടിട്ട് ഉറങ്ങും. ചില ഫോൺ പിന്നെ അവൻ പോയി കൊച്ചിയിൽ പോയി റൂമൊക്കെ എടുത്ത് പിന്നെ അവന് വിളിയൊന്നുമില്ല. പിന്നെ ഇവര് ഫസ്റ്റ് വന്നപ്പോൾ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. പൂജ അത് എത്ര 40,000 ഉറുപ്പിക വെച്ചിട്ട്. എന്ത് പൂജന്ന് പൂജ പറയാ, എനിക്ക് അതിന്റെ പേരൊന്നും കിട്ടൂല. എന്തിനു വേണ്ടിയുള്ള പൂജ? ഇവൻ വനെ വിട്ട് വരാതിരിക്കാൻ, ജാസിനെ വിട്ടിട്ട് ആശി വരാൻ പാടില്ല. അതിനൊരു പൂജ നടത്തിട്ട് കരീഷ്മ പറഞ്ഞ പൂജ എന്ന് പറയുമ്പോ ഹിന്ദുക്കളുടെ ആചാരത്തില് അമ്പലത്തിൽ പോയിട്ട് ചെയ്തു. അങ്ങനെ പൂജയുണ്ടോ? എന്റെ ഒരു ചാത്തനെ കുടി വെക്കുക. ചാത്തൻ അല്ലേ, എനിക്ക് അങ്ങനെ കിട്ടില്ല. ചാത്തനെ കുടി വെക്കുക. ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെ ഉമ്മ എങ്ങനെ അറിഞ്ഞു? ഇവന്റെ ഫോണില് പൂജ കഴിക്കണ ഫോട്ടോ ഒരു ഇറുട്ടത്ത് കത്തി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ അത് വേറൊരാൾ കൂട്ടുകാരൻ അയച്ചു കൊടുത്താണ് മോനിക്ക്. അവന്റെ അയച്ചു കൊടുത്ത വലിയ മോനിക്ക് അയച്ചു കൊടുത്താണ്. അവരങ്ങനെ തന്നെ ജീവിക്കുന്ന രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. അവരങ്ങനെ പറയണത്. അവനിക്ക് പറയാൻ മാനക്കെടില്ലല്ലോ ജാസിക്ക്. എന്തൊക്കെ പറയണു, ഒരു പെറ്റ തള്ള കേൾക്കുന്ന വർത്താനം അവൻ പറയണത്. ഒരിക്കൽ ഫോൺ ചെയ്തിട്ട് എന്നോട് പറയണേ, നിങ്ങളെ എനിക്ക് ആശിനെ വിട്ടു തരില്ല അല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ വിട്ടു തരില്ല, നീ ഒരു പെണ്ണൊന്നല്ലല്ലോ.
ഒരു പെണ്ണാണെങ്കിൽ ഞാൻ വിട്ടുതരും. ഞാൻ എന്ത് കല്യാണം കഴിച്ചു തരും? ഒരു പെണ്ണൊന്നല്ലല്ലോ, ആണും പെണ്ണും കെട്ടവനല്ലേ. നിങ്ങൾ എന്നെ ഒരു പെണ്ണല്ല എന്ന് പറയാം, നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നു. നീ ഒന്നും കാണിക്കൂല, കാണിച്ചു തരേണ്ടി പറഞ്ഞു. പറഞ്ഞു എന്നിട്ട് അവനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അസഭ്യം തെറി പറയും. എല്ലാം തെറി പറയുന്നു. എന്തൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഒരു പെണ്ണുങ്ങൾ എങ്ങനെ ചീത്ത വിളിക്കുക? ഒരു കച്ചറ പെണ്ണുങ്ങൾ അതേപോലെ ചീത്ത വാക്ക് വിളിക്കും. ഞാൻ പറയും വെറും പറയണവന്, വെറും പറയണവന് അങ്ങനെ ചീത്ത വിളിക്കും. ഇവര് ഫസ്റ്റത്തെ വരെ പ്രണയം തുടങ്ങണ പാടും എൻ്റെ വലിയ മോനിക്ക് വിളിച്ചിട്ട്, അപ്പം എന്നെ വിളിക്കാനേ പോണില്ലല്ലോ, വിളിച്ചിട്ട് വലിയ മോനോട് പറഞ്ഞു ചുരുക്കാൻ എനിക്ക് ആശിനെ വിട്ടു തരണം, എൻ്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ എത്തിത്തരാം, എനിക്ക് ആശിനെ വിട്ടു തരണം. അപ്പോൾ ശരി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സ്വത്തും വേണം മുതലും വേണം, എനിക്ക് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടെ വേണം, എനിക്ക് എൻ്റെ മുതൽ വേണം. എങ്ങനെ ജാസിയുടെ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് എഴുതി തരാം, ആശിനെ മാത്രം മതി. ആശിനെ വിട്ട് എനിക്ക് പിരിയാൻ പറ്റൂല, അത്ര പ്രണയമാണ്. കുമാന്ത് പറഞ്ഞു മറുപടി മോനോട് പറഞ്ഞു സുജിക്കാട്ടല്ലേ പറ്റില്ല, തരുമോ കൊടുക്കും അങ്ങനെ. ഞാൻ പറഞ്ഞു ഒന്നിനെ കുഴിക്ക് കൊടുത്താലും ഒന്നിനെ മറ്റൊരു കൊടുക്കില്ല. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കൊടുക്കും. ഇതൊരു പെണ്ണല്ലല്ലോ, ഒരു പെണ്ണല്ലല്ലോ, ഒരു ആണും പെണ്ണും കെട്ടാനോട് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ അവൻ്റെ അമ്മ നല്ല സപ്പോർട്ടാണ്. പോകുമ്പോൾ ബിരിയാണി ആയിട്ട് എന്തൊരു ഇഷ്ടമാണ്, എന്നെക്കാട്ട് ഇഷ്ടമാണ് ജാസിൻ്റെ ഉമ്മ. ആ ഉമ്മ കരയുമ്പോൾ എനിക്ക് സങ്കടമാവും, എന്നോട് പറയുന്നു. അപ്പം ഞാൻ കരയുമ്പോൾ എനിക്ക് സങ്കടമല്ലേ ചോദിച്ചപ്പോൾ എനിക്ക് അതും ഉണ്ട്. അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നു? ഞാൻ വരും, ഏത് കാലത്ത് വരും, ഇവിടുന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ആളാണോ? അല്ല, അതായിരിക്കും മനസ്സൊന്നും തണുക്കണ്ടവർക്ക്. ഇവന് ഒരു പരിപാടിക്ക് പോകും, ഇവര് എന്തൊരു പരിപാടിക്ക് പോലും വന്ന റൂമിൽ അടിമക്കാണ്. അതെന്താ പറഞ്ഞാൽ ഇവനിക്ക് എല്ലാവരും കയറി മറിയാം, തൊട്ടി പിടിക്കുകയൊക്കെ ചെയ്യും ജാസി. അവൻ പെണ്ണാണല്ലോ, ഇവൻ ആരോടും ഉണ്ടാകും, ഇവന്റെ വാലിൽ പിടിച്ചിങ്ങനെ പോകണം. കണ്ടിട്ടില്ല നിങ്ങളെല്ലാവരും? ഒന്നും ശ്രദ്ധിച്ചു നോക്കി, അശ്വിക്ക് ഇങ്ങനെ നിൽക്കുള്ളൂ, ഇവനാണ് അവിടെ ചെയ്യുള്ളൂ. അപ്പോൾ ഏതൊരു പരിപാടിക്ക് ഇവർ പോയപ്പോൾ ആശി ഇട്ട ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് അവിടെ പറഞ്ഞത്ര. പിറ്റേ ദിവസം കൊണ്ട് വന്നിട്ട് റൂമിൽ വന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ ആ ഡ്രസ്സ് ഇട്ട് ഇടേണ്ട ആ ഡ്രസ്സിന് ഒരു പെണ്ണുങ്ങളാണെന്നോട് ചെയ്യില്ല മാനസികമാണ്. അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ മോനിൻ്റെ അടുത്തേക്ക് വരണം, എല്ലാം ഒഴിവാക്കി വാങ്ങുന്നേ ഞാൻ പറഞ്ഞു. അവൻ പെണ്ണോ ആണോ അവൻ എങ്ങനെ അവൻ്റെ ഇതിൽ ജീവിച്ചോട്ടെ, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അവനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് അവൻ്റെ വീട്ടിലിരിക്കണം. അവൻ എങ്ങനെയും ജീവിച്ചോട്ടെ, പെണ്ണായിട്ടോ പെണ്ണാവാണ്ടോ പ്രശ്നം ചെയ്യാണ്ടോ എങ്ങനെ ജീവിച്ചോട്ടെ, ഇവ ഇങ്ങോട്ട് വരും, എല്ലാം ഒഴിവാക്കിയിട്ട് വരണം. അതിന് ഭയങ്കര മാറ്റം വരുമാ, അതിൻ്റെ ഇപ്പം എന്താ പറയണ്ടേ. എനിക്കൊരു കല്യാണം വീട്ടിൽ പോയ ആശിക്കിൻ്റെ അമ്മ ആശിക്കണ്ട അങ്ങനെ എല്ലാവരും അത് ചോദിക്കണവരുള്ളൂ. എന്നും നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നതല്ല. ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല, ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല, ഇത് പറയണവരുള്ളൂ. എന്ത് നല്ലൊരു മോനായിരുന്നില്ലേ, എന്ത് ചെന്നുള്ളൊരു മോനാണ്, ഇങ്ങനെ പോയി പെട്ടില്ലേ, ഇങ്ങനെ ഒരു പെട്ടി, ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഞാനൊരു കല്യാണത്തിന് പോകുന്നില്ലല്ലോ. അപ്പോൾ പാപ്പ മരിച്ചതിന് എവിടെയും പോകുന്നില്ല. അപ്പോൾ ഒഴിയാത്ത കുടുംബങ്ങൾ മാത്രം പോകണം. എനിക്ക് മടിയാണ്. എന്താ പറയുക, നമ്മളറിയാൻ തുടങ്ങിയില്ല ആഷിക്കിൻ്റെ ഉമ്മ. ആഷിക്കിനെ എല്ലാവർക്കും അറിയാമല്ലോ. ആഷിക്കിൻ്റെ ഉമ്മ പറയുമ്പോൾ നമുക്ക് മടിയാണ്. എന്താ അങ്ങനെ ആയി, എന്താ അങ്ങനെ. ചിലപ്പോൾ ചിലവർ ചോദിക്കും, അപ്പോൾ അവരെന്താ പറഞ്ഞു വിട്ടാൽ നീ അതുപോലെ ആഷിക്കാണെങ്കിലും വാ, ഇങ്ങനത്തെ അവസ്ഥ കേട്ടാ ഞാൻ ഊനില്ലാന്നായിട്ട് കണക്കും. പിന്നെ എന്തിനാ വെറുതെ വിളിക്കാൻ നിൽക്കണം, മെസ്സേജ് അയക്കണം, വിളിക്കണ്ടേ എന്നോട് പറഞ്ഞാണ്. അങ്ങനൊന്നും അനുഭവിക്കാണ്ട് എവിടെയും പോകില്ല, ഒക്കെ അനുഭവിച്ചിട്ട് തന്നെ പോകുള്ളൂ. അങ്ങനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു അവരൊക്കെ അനുഭവിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഒരു ഉമ്മ എന്ന നിലയ്ക്ക് അവരുടെ വിഷമം, അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു. ഇന്ത്യ എന്ന രാജ്യത്ത് എല്ലാവർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ അവസരമുണ്ട്, അല്ലെ അവകാശമുണ്ട്. എന്നിരുന്നാലും നമ്മൾ കേരളീയർ ജീവിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് ഒരു മൂല്യം കൽപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ, അല്ലേ? അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഉമ്മ സമൂഹത്തിന് മുമ്പിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വിഷമങ്ങളും അതാണ് ഇതെല്ലാം പറയാൻ കാരണമായത്. എന്തായിരുന്നാലും ആ ഉമ്മായിക്ക് സന്തോഷമുള്ള വാർത്ത എത്രയും വേഗം കേൾക്കാൻ സാധിക്കട്ടെ. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.